RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപക്ഷങ്ങളും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേൾഡ് കപ്പിൽ ആദ്യ റൗണ്ട് മത്സരങ്ങളെ കഴിഞ്ഞ് രണ്ടാം റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യ റൗണ്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, അതേപോലെ തന്നെ ഏറ്റവും അടിപൊളി മത്സരങ്ങളും, അതേപോലെ തന്നെ ഗ്രൂപ്പിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് ആരൊക്കെയാണ് പോകാന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. റിസർച്ച് ആയിട്ട് നമ്മൾ കണ്ടെത്തിയതിൽ അതിന്റെ ആൻസറും ക്വസ്റ്റനിങ്ങും എല്ലാം കൂട്ടിയിട്ട് ഒരു വീഡിയോ ആണ്. അതെ, അപ്പോ നമുക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങളിലേക്ക് തുടങ്ങാം. അപ്പോ വളരെ എന്താ പറയാ, കുറെ ടീമുകൾ നെട്ടിച്ചിട്ടാണ് ഇപ്പോ ഇതിലേക്ക് ഫസ്റ്റ് റൗണ്ട് കടന്നപ്പോ തന്നെ നെട്ടിച്ചിട്ടാണ് കുറെ ടീമുകൾ വന്നിട്ടുള്ളത്. കുറെ ടീമുകൾ അടിപതറി. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട കളി അതായിരുന്നു റൈഹാന്റെ? എന്റെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് നെതർലാൻഡും ജപ്പാനും, അവര് ഈക്വൽ ഫൈറ്റ് ആയിരുന്നു. പിന്നെ അർജന്റീന അൾജീരിയ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി അതെന്ന് പറഞ്ഞാല് ഇംഗ്ലണ്ടും ഇന്നലെ നടന്ന മത്സരം, ക്രൊയേഷ്യ മത്സരമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ അടുത്തൊരു മത്സരം എന്ന് പറഞ്ഞാല് ബ്രസീല് ഇവരായിട്ട് മൊറോക്കോയിൽ കിടന്ന മത്സരം, അതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നടന്നത് സ്പെയിനും കേപ്പ് വെർഡയും തമ്മിലുള്ള മത്സരം. അതിനുശേഷം പോർച്ചുഗലും, എന്താ പറഞ്ഞാൽ ആ ഒരു കുഞ്ഞൻ ടീമുകളുടെയൊക്കെ അത് എന്താ പറയുക ഇഷ്ടപ്പെടാൻ പറഞ്ഞാൽ കുഞ്ഞൻ ടീമുകളുടെയൊക്കെ ആ ഒരു പിടിച്ചു നിൽക്കുന്നില്ല. ഇത്രയും വലിയ സ്പെയിനെതിരെ 7 ചാൻസുകളാണ് ചങ്ങായി 40 വയസ്സുകാരനായ ഗോൾ കീപ്പർ അറിഞ്ഞു നിർത്തിയത്. അതേപോലെ തന്നെ പോർച്ചുഗലിന്റെ കളി നോക്കുകയാണെങ്കിൽ അവർ ഇത്രയും നല്ലൊരു മിഡ്ഫീൽഡും അതേപോലെ ഇത്രയും നല്ലൊരു സ്ക്വാഡും കൊണ്ട് വന്നിട്ട് കോൺഗോന്റെ കൂടെ സമനില പിരിയാണ്. അപ്പൊ അവര് 52 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ വേൾഡ് കപ്പ് കളിക്കാൻ വരുന്നത്. അപ്പോ ഇതിനു മുമ്പ് കളിച്ച വേൾഡ് കപ്പിൽ ഒരൊറ്റ റൗണ്ട് തന്നെ 14 ഗോളുകൾ വഴങ്ങിയ ടീമാണ്. ഒരു ഗോൾ വരെ അടിച്ചിട്ടുള്ള അവരുടെ വേൾഡ് കപ്പിൽ ആദ്യത്തെ ഗോളായിരുന്നു പോർച്ചുഗലിനെതിരെ അടിച്ച്. അപ്പൊ പോർച്ചുഗലിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വേൾഡ് കപ്പിൽ ഒരു മത്സരം കൊണ്ടൊന്നും ഒരു ടീമിനെ വിലയിരുത്താൻ പറ്റില്ല. വേൾഡ് കപ്പിൽ പോർച്ചുഗലാണ്. ഇനിയും ചാൻസ് ഉണ്ട്. ഇനി 2 മത്സരങ്ങൾ കഴിഞ്ഞ് അവരെന്തായാലും അടുത്ത റൗണ്ട് ഉണ്ടാവുന്ന കാര്യം സംശയമൊന്നുമില്ല. അപ്പോ പ്രയാനം ഇപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞതിൽ ഏറ്റവും മോശം കളി എന്ന് പറഞ്ഞാൽ ഏതും മോശം എന്ന് പറയാനുള്ള എല്ലാം ഗംഭീര മത്സരങ്ങളാണ്, ഫൈറ്റും കാര്യങ്ങളും നടന്നില്ല. അപ്പൊ ഏറ്റവും മോശം കളി ഏതാണ് നിന്റെ ഒരു അഭിപ്രായത്തിൽ? എല്ലാ മത്സരം നല്ല ടഫ് ഫൈറ്റ് ആയിരുന്നു. പക്ഷെ കളി വെച്ച് നോക്കണമെങ്കിൽ ഈ മത്സരം അടിപൊളിയായിരുന്നു. പക്ഷെ കാര്യങ്ങൾ നടന്ന കളിന്റെ ഇടയ്ക്ക് വെച്ച് നടന്ന സംഭവങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഓപ്പണർ ഗെയിം ആയിട്ടുള്ള മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക റെഡ് കാർഡുകൾ, 3 റെഡ് കാർഡുകൾ. എന്താ പറയുക, കഴിഞ്ഞ 2022 വേൾഡ് കപ്പ്, ഖത്തർ വേൾഡ് കപ്പിൽ ആകെ 4 വേൾഡ് കപ്പാണ്. വേൾഡ് കപ്പിന്റെ ഫുൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ 4 റെഡ് കാർഡ് വന്നിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു വേൾഡ് കപ്പിൽ ഇപ്പൊ തന്നെ 6 റെഡ് കാർഡ് ആയി. സെക്കൻഡ് റൗണ്ട് തുടങ്ങിയപ്പോൾ തന്നെ 6 റെഡ് കാർഡ് ആയിട്ടുണ്ട്. ഇന്നലെ നടന്ന USA ഖത്തർ വിസസ് കാനഡ മത്സരത്തിൽ 2 റെഡ് കാർഡ് കൊണ്ടിട്ടുണ്ട്. അങ്ങനെ 6 7 റെഡ് കാർഡുകളായിട്ടുണ്ട് ഇപ്പോ. അപ്പോ അങ്ങനെ എന്റെ ഏറ്റവും കളി എന്ന് പറഞ്ഞാല്, കളി പറഞ്ഞാല് എനിക്ക് ജർമ്മനി 7 ഗോൾ അടിച്ചൊരു കളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. എന്താ പറയുക, ഒരു 1 സൈഡ് മാച്ച് ആയിരുന്നു. ജർമ്മനി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അത് എനിക്ക് ഇഷ്ടപ്പെടും. അത് വേറെ, അത് വിഷയം മാറി. അത് ട്രോള്, ബ്രസീലിനെ എതിരെയുള്ള ട്രോളൊക്കെ ആയിരുന്നാൽ 7-1 അത് വളരെ വിരസമായ ഒരു ടീമിനെ പഞ്ഞിക്കിട്ടെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു കളിയായി പോയി. ഒട്ടും പൊരുതാതെ, 1 സൈഡ് ഒട്ടും പൊരുതാതെ മറ്റേ ടീം ഉണ്ടായിരുന്നത് പിന്നെ ജർമ്മനിയാണ്. ജർമ്മനി ഈ ഒരു കളി കൊണ്ട് നോക്കണം. ജർമ്മനി ഇപ്പൊ അവസാനത്തെ വേൾഡ് കപ്പുകളൊക്കെ എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഗ്രൂപ്പ് സ്റ്റേജ് ഈ 8 മത്സരം കൊണ്ട് ജർമ്മനി ഏത് ടീമിനെയും വിലയിരുത്താൻ പറ്റില്ല. നമുക്കപ്പോ ആദ്യം മുതൽ റൗണ്ട് ഓരോ ഗ്രൂപ്പുകളെ കുറിച്ചും സംസാരിക്കാം. ഗ്രൂപ്പ് എയിലേക്ക് വരാം. ഗ്രൂപ്പ് എയിലുള്ള ടീമുകൾ പറഞ്ഞാൽ മെക്സിക്കോ, സൗത്ത് കൊറിയ, ചെക്ക് റിപ്പബ്ലിക്, സൗത്ത് ആഫ്രിക്ക. ഇതിൽ 2 ഫേവറേറ്റ് ആയിരുന്ന മെക്സിക്കോ ആൻഡ് സൗത്ത് കൊറിയയാണ് ഇപ്പോൾ ഗ്രൂപ്പ് ലീഡർമാരായി നിൽക്കുന്നത്. ഓരോ കളി വിജയിച്ചിട്ടുണ്ട് 2 ടീമും. ഇനിയിപ്പോ അടുത്ത മെക്സിക്കോ സൗത്ത് കൊറിയയായിട്ട് മത്സരം കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെയും കൂടി റിസൾട്ട് വന്ന് ആരാണ് ഇത് ഈ ഗ്രൂപ്പിൽ നിന്ന് ആരാണ്? എനിക്ക് തോന്നുന്നു സൗത്ത് കൊറിയ മെക്സിക്കോ തന്നെയാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് വരാനുള്ളത്. എന്താണ് നിന്റെ ഒരു അഭിപ്രായം? എന്റെ അഭിപ്രായം സൗത്ത് കൊറിയ മെക്സിക്കോ ഓൺലി. സൗത്ത് ആഫ്രിക്ക അട്ടിമറിയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അവര് ഒരു ഡ്രോയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനിയിപ്പോ അടുത്ത മത്സരം ചെക്ക് റിപ്പബ്ലിക്കും ഒക്കെ ആയിട്ട് മത്സരങ്ങൾ വരുന്നുണ്ട്. ഇനിയുള്ള ചാൻസുകൾ കുറവാണ്. കൂടുതലും സൗത്ത് കൊറിയയും മെക്സിക്കോ തന്നെ വരാം. 2ാം ഗ്രൂപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ബി നോക്കുകയാണെങ്കിൽ കാനഡ, സ്വിറ്റ്സർലാൻഡ്, ബോസ്നിയ ആൻഡ് ഖത്തർ എന്ന 4 ടീമുകളാണ്. ഇതിൽ ഏറ്റവും അതിശയിപ്പിച്ച ഒരു മത്സരം നോക്കണമെങ്കിൽ ബോസ്നിയ എന്ന ചെറിയ രാജ്യം നമ്മളെ കാനഡയെ പോലെ അത്ര വലിയ രാജ്യത്തിനെ 1-1 സമനിലയിൽ അടക്കിയെന്ന ഒരു വിഷയമാണ്. അതേപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് ഖത്തറുമായിട്ടുള്ള മത്സരം 1-1. എന്താ പറഞ്ഞാൽ അവസാന നിമിഷം വരെ ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഒരു ഒറ്റ ഗോളിന് ലീഡിൽ പോയത് സ്വിറ്റ്സർലാൻഡ്. അവർക്കെതിരെ സ്വിറ്റ്സർലാൻഡ് മത്സരം സമനിലയായി. ആദ്യം ഇത് കഴിഞ്ഞപ്പോൾ എല്ലാ ടീമുകൾക്കും ഓരോ പോയിന്റ് വെച്ചിട്ടാണ്. അപ്പൊ ഇനി അടുത്തുള്ള മത്സരങ്ങൾ അവർക്ക് നിർണായകമാവും. ഇതിൽ എനിക്ക് നോക്കണേ ഈ ഗ്രൂപ്പിൽ നിന്ന് എന്തായാലും സ്വിറ്റ്സർലാൻഡ്, കാനഡ തന്നെ ആയിരിക്കും അടുത്ത മത്സരങ്ങൾ അവരെ പരാജയപ്പെടുത്തി ചിലപ്പോൾ അവർ തന്നെ ആയിരിക്കും ടോപ്പിലേക്ക് വരാനുള്ള ചാൻസുകൾ. എന്റെ അഭിപ്രായത്തിലും അത് തന്നെ ആയിരിക്കും. സ്വിറ്റ്സർലാൻഡ് ആൻഡ് കാനഡ തന്നെയാണ്. അടുത്ത സി ഗ്രൂപ്പ് നോക്കണേ സ്കോട്ട്ലാൻഡ്, മൊറോക്കോ, ബ്രസീൽ, ഹെയ്ത്തി. എന്താ പറഞ്ഞാൽ ഈ വേൾഡ് കപ്പ് തന്നെ ഒരു മരണ ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അതിന് ഇതാവുന്ന ഒരു കളി തന്നെയാണ് ഫസ്റ്റ് മാച്ച്. മൊറോക്കോ വിസസ് ബ്രസീൽ മത്സരം സമനിലയിൽ പിരിഞ്ഞു.
അതേപോലെ തന്നെ ഹേത്തി വിസസ് സ്കോട്ട്ലാൻഡ് മത്സരം 1-0 ചാമ്പ്യന്മാരായിട്ട് ഇപ്പൊ സ്കോട്ട്ലാൻഡാണ് നിലനിൽക്കുന്നത്. അതെ, അപ്പൊ പക്ഷെ ഇനി ഈ കളി അടുത്ത അട്ടിമറികൾ കളിയിൽ നടക്കും എന്നാണ് മിക്ക ആൾക്കാരും പറയുന്നത്. ബ്രസീൽ ലീഡർ ആവാം, മൊറോക്കോ ലീഡർ ആവാം, ചിലപ്പോ സ്കോട്ട്ലാൻഡ് ലീഡർ ആവാം. എന്താ കാരണം എന്ന് പറഞ്ഞാല്, വേറൊരു കാരണം എന്താന്ന് പറഞ്ഞാല് ഈ ഹേത്തിയാണ് ഇതിൽ എല്ലാവർക്കും അഭിപ്രായം. ഹേത്തിക്കെതിരെ എത്ര ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും? ഇപ്പൊ സ്കോട്ട്ലാൻഡ് ആകെ 1 ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളൂ, അവർക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി മൊറോക്കോയും ബ്രസീലും ഹേത്തിക്കെതിരെ എത്ര ഗോൾ അടിക്കാൻ പറ്റും? അതേപോലെ തന്നെ മൊറോക്കോവും സ്കോട്ട്ലാൻഡും അതേപോലെ തന്നെ ബ്രസീലും സ്കോട്ട്ലാൻഡും ഉള്ള കളി റിസൾട്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ഗ്രൂപ്പ് വളരെ നിർണായകമാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്തായാലും മൊറോക്കോവും ബ്രസീലാണ് ഉണ്ടാവുക. മിക്കവാറും സ്കോട്ട്ലാൻഡ് പറയുന്നത് സ്കോട്ട്ലാൻഡ് കയറും, പറയാൻ പറ്റും. അതെ, ഞാൻ പറഞ്ഞു അട്ടിമറി നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ഗ്രൂപ്പിനെ ഇപ്പോ മറ്റൊരു ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അടുത്ത കളി അടുത്ത ഗ്രൂപ്പ് നോക്കണം. ഈ ഗ്രൂപ്പ് ഡി ആയിട്ടുള്ളത് USA, ഓസ്ട്രേലിയ, തുർക്കി ആൻഡ് പരുഗ്വേ എന്ന 4 ടീമുകളാണ്. ഗംഭീര ഗ്രൂപ്പാണ്. അതിൽ തന്നെ ഇപ്പോ യുണൈറ്റഡ് സ്റ്റേറ്റും ഓസ്ട്രേലിയനും ഓരോ കളി ജയിച്ചിട്ട് ടോപ്പിൽ നിൽക്കുന്നത്. അതാണല് അമേരിക്ക 4 ഗോൾ അടിച്ചിട്ടുണ്ട്, 1 ഗോളാണ് വഴങ്ങിയിട്ടുള്ളത്. ഓസ്ട്രേലിയ 2 ഗോൾ അടിച്ചിട്ടുണ്ട്, 2 ഗോൾ വഴങ്ങിയിട്ടില്ല. തുർക്കിയായിട്ട് പക്ഷെ തുർക്കിയാണ് കളിച്ചത്, പക്ഷെ ഗോൾ അടിച്ച് ജയിച്ചത് ഓസ്ട്രേലിയ ആയിപ്പോയി. തുർക്കി ജയിക്കുന്ന ഓസ്ട്രേലിയ, പക്ഷെ കളിയും ഗംഭീരമായിരുന്നു. അതേപോലെ തന്നെ പരാഗ്വ അമേരിക്കക്കെതിരെ ഗംഭീര 4-1 പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ ഗ്രൂപ്പിൽ നിന്ന് ഇനി പറയാൻ പറ്റില്ല, മിക്കവാറും തുർക്കിക്ക് 3rd പൊസിഷൻ ആയിട്ട് കയറാൻ ചാൻസ് ഉണ്ട്. USA ഓസ്ട്രേലിയയും തന്നെ ആയിരിക്കും. പക്ഷെ ഇനി തുർക്കി ജീവൻ കൊടുത്ത് കളിക്കും, കാരണം അവർക്ക് ഈ വേൾഡ് കപ്പ് അടുത്ത റൗണ്ടിൽ കയറുന്ന വെച്ചാൽ നിർണായകമാണ്. പക്ഷെ ബെസ്റ്റ് ഓഫ് 3 ആയിട്ട് കയറാലോ. അത് ചാൻസ് ബെസ്റ്റ് ഓഫ് 3 ടോപ്പ് 8 ടീമായിട്ടുള്ള കയറാൻ പറ്റും. അപ്പൊ തുർക്കി എന്തായാലും വരപ്പെട്ടു. അതുകൊണ്ടാണ് ഈ വേൾഡ് കപ്പിൽ കുറെ ടീമുകൾ ഗോൾ വഴങ്ങാതെ ഭയങ്കര ഡിഫൻസ് കളിക്കുന്നത്. എന്താ പറയുക, ബെസ്റ്റ് ഓഫ് 3 അതില് 8ാം സ്ഥാനക്കാരായിട്ടെങ്കിലും അങ്ങോട്ട് കയറാനെന്നുള്ളതിലാണ് അവർ. സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഈ കുഞ്ഞൻ ടീമുകൾക്ക്. അത് വമ്പൻ ഒരു കളി ജയിച്ച് ഒരു കളി സമനിലേക്ക് ആയി കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിൽ കയറുന്ന പറഞ്ഞാൽ അവർക്ക് വലിയ നിർണായകമാണ്. അതുകൊണ്ട് മാത്രമാണ് അവർ അത്രയും ഇതായി കളിക്കുന്നത്. അടുത്ത ഗ്രൂപ്പ് വരികയാണെങ്കിൽ ഈ ഗ്രൂപ്പാണ് ജർമ്മനി, ഐവറി കോസ്റ്റ്, ഇക്വഡോർ, കുറസാവോ. ഇതിൽ ഒരു ടീം എന്തായാലും കൺഫേം ആക്കുക, കാരണം അത്രയും ഗോൾ ഗ്യാപ്പും 7-1 തോൽവി കുറസാവോ പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഐവറി കോസ്റ്റും ഇക്വഡോർ ആണ്. അവര് 1-0 വിജയിച്ചിരിക്കുന്നത്. എല്ലാരും വിചാരിച്ച് ഇക്വഡോർ ജയിക്കുന്ന, പക്ഷെ 1-0 അട്ടിമറി എന്ന് പറയാനല്ലേ. ഇക്വഡോറും ഐവറി കോസ്റ്റും ഉള്ളത് പറഞ്ഞാൽ രണ്ടും ലാറ്റിൻ അമേരിക്കനും ആഫ്രിക്കൻ കരുത്തന്മാരാണ്. അതെന്തായാലും ഞാൻ ഐവറി കോസ്റ്റിനായിരുന്നു മുൻഗണന, പക്ഷെ അത് 1-0 ജയിച്ചിട്ടുണ്ട്. ഇനി ജർമ്മനി ആയിട്ടുള്ള മത്സരമാണ്. ഇവർ രണ്ടുപേർക്കും ജർമ്മനി ആയിട്ടുള്ള മത്സരമാണ് നിർണായകമാവുക. അതേപോലെ തന്നെ കുറസാവായിട്ട് ഇവർ രണ്ടുപേരും എത്ര ഗോളിന് ലീഡ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും. മിക്കവാറും ആരും പറയാൻ പറ്റില്ല. ഇതിൽ ഐവറി കോസ്റ്റിനും വരാം, ഇക്വഡോറിനും മുകളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ഗ്രൂപ്പായ ഗ്രൂപ്പ് F നോക്കുകയാണെങ്കിൽ സ്വീഡൻ, ജപ്പാൻ, നെതർലാൻഡ് ആൻഡ് ട്യൂണീഷ്യ എന്ന 4 ടീമുകളാണ്. ഇതില് സ്വീഡന് നല്ലോണം കളിച്ചിട്ടുണ്ട്, ജപ്പാനും കളിച്ചിട്ടുണ്ട്, നെതർലാൻഡ്സ് കളിച്ചിട്ടുണ്ട്, സ്വീഡനാണ് ട്യൂണീഷ്യനെ 5-1 പരാജയപ്പെടുത്തിയത്. അതിനുശേഷം ജപ്പാനും നെതർലാൻഡ് മത്സരം 2-2 പിരിഞ്ഞു. അത് വല്ലാത്തൊരു മത്സരമായിരുന്നു. ജപ്പാന്റെ ആ ഒരു കോച്ചിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അത് വല്ലാത്താണ്. നീ എന്താ പറഞ്ഞ കളി കാണുമ്പോ ആ ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്താ പറ്റി? ചങ്ങായി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് പരീക്ഷ വല്ലതുകൊണ്ട് ചോദിച്ചല്ലേ? അയാൾ അത്രയും ടാക്ടിക്സ് ആയിട്ടാണ്. പിന്നെ ആ ഒരു വലിയ പ്ലക്കാർഡൊക്കെ കാണിക്കണ്ടല്ലോ, 1, 3 എന്നൊക്കെ എഴുതി, ഇതൊക്കെ പ്ലേയേഴ്സിന് കാണിച്ചു കൊടുക്കണം. എത്ര പ്രഷർ കൊടുക്കണം, എങ്ങനെ ചെയ്യണം, അത് ഏത് ഫോർമാറ്റിൽ കളിക്കാൻ. കാരണം വിളിച്ചു പറയാൻ ഒരു പരിധിയുണ്ട്. അപ്പൊ അവര് കോഡ് ഭാഷയിലൂടെയാണ്. അതാണ് ജപ്പാൻകാരന്റെ ഒരു അവര് ഫുട്ബോളിനെ കാണുന്നത് ഒരു വേറെ രീതിയിലാണെന്നുള്ള കാര്യമാണ്. അങ്ങനെ ജപ്പാനും സമനിലയായി. അപ്പൊ ജപ്പാനും നെതർലാൻഡും സ്വീഡനും അതൊരു മരണ ഗ്രൂപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ട്യൂണീഷ്യ മാത്രമാണ് പുറത്തു ബോൾ. അതെ, 3 ടീമും കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു കിടിലൻ ആ ഒരു. അടുത്ത ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ജി ഗ്രൂപ്പാണ്. ന്യൂസിലാൻഡ്, ഇറാൻ, ബെൽജിയം, ഈജിപ്ത്. ഈ ഗ്രൂപ്പിന് ഒരു പ്രത്യേകതയുണ്ട്, എല്ലാവരും സമനിലയാണ്. സമനിലന്റെ കളിയാണ്. അവര് അടിച്ച ഗോളുകൾ 2 വഴങ്ങിയ ഗോളുകൾ. ന്യൂസിലാൻഡ് അടിച്ചു, 2 വഴങ്ങി. അതേപോലെ ഇറാൻ 2 അടിച്ചു, 2 വഴങ്ങി. അതേപോലെ തന്നെ ബെൽജിയത്തിനെതിരെ ഈജിപ്തിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഗംഭീര കളിയായിരുന്നു. അവസാനം ബെൽജിയത്തിനെതിരെ സമനില നേടുന്നതും ആദ്യം ഈജിപ്താണ് ഗോൾ നേടുന്നത്. പിന്നെ കുറെ ശ്രമത്തിനൊടുവിലാണ് അവസാനം ഈജിപ്തിനെ സമനിലയിലാണ് പിരിയുന്നത്. അത് ലുക്കാക്കു ഇറങ്ങിയിട്ട് വിത്തിൻ സെക്കൻഡ്സുകൾ കൂടി 22 സെക്കൻഡിനുള്ളിലാണ് ആ ഗോള്. ലുക്കാക്കു അല്ല അടിക്കുന്നത്, പക്ഷെ ലുക്കാക്കു ആണ് ആ വൈന് ഓൺ ഗോളാണ്. ഈജിപ്താണ് 2 ഗോൾ അടിക്കുന്നുള്ള കാര്യമാണ്. അങ്ങനെ ഇതില് ഇതുവരെ നമ്മൾ നോക്കിയത്തോളത്തോളം 2 ഗ്രൂപ്പുകളിൽ എല്ലാം മത്സരം അപ്പോ അടുത്ത ഗ്രൂപ്പായ ഗ്രൂപ്പ് H നോക്കണേ. ഉറുഗ്വേ, സൗദി അറേബ്യ, സ്പെയിൻ, കേപ്പ് വേർഡ്. ഇതിലും എല്ലാവരും സമനിലയായി. അത് നെട്ടിക്കുന്ന ഗ്രൂപ്പായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് വേൾഡ് കപ്പിന്റെ ഫേവറേറ്റുകളായി വന്ന സ്പെയിനിനെ കേപ്പ് വെർഡ് എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞൻ രാജ്യം സമനില തളി ഗോൾ ചെയ്ത സമനിലാണ്. 7 ഷോട്ടുകളാണ് ഓൺ ടാർഗറ്റിലേക്ക് അടിച്ചിരിക്കുന്നത്. 40 വയസ്സുകാരൻ
ഒരു രാജ്യത്തിന് തടുക്കാന്ന് ഈ വെച്ചാൽ ചങ്ങായി പറഞ്ഞാല് പോർച്ചുഗീസ് ലീഗിലെ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന ക്ലബ്ബാണ്. 50,000 എന്തോ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ മാനുവൽ ന്യൂയറിന്റെ ഫോളോവേഴ്സിന്റെ 14.3 14.7 എന്തോ ആളിനെ കടത്തിയിട്ട് അത്രയും ടോപ്പിലൊപ്പം നിൽക്കുന്നത്. ഒരു ദിവസം കൊണ്ട്, ഒരു കളി കൊണ്ട് ഒരാളുടെ തലവര മാറ്റം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇനിയിപ്പോ ഏതെങ്കിലുമൊക്കെ നല്ല ലീഗുകളിൽ ചങ്ങായി വരാൻ ചാൻസ് അമ്മാതിരി സേവുകളാ ആളുടെ. ആ ഒരു റിട്ടയർമെന്റ് ഏജില് 10-25 വയസ്സായ പിള്ളേർ കളിക്കുന്നവരാണ് ആ ബോൾ ഡബിൾ സേവ് ഒക്കെ ഉണ്ടല്ലോ, ആ സേവ് ഒക്കെ നടത്തിയത് കിടലിനായിരുന്നു. അങ്ങനെ സൗദി അറേബ്യ അതിൽ നെട്ടിച്ചു. സൗദി അറേബ്യ ഉറുഗ്വ ആയിട്ടുള്ള മത്സരത്തിൽ സൗദി അറേബ്യ 1-1 സമനില. ഈ ഗ്രൂപ്പിൽ ഉറുഗ്വ ജയിക്കാന്ന് പറഞ്ഞാല് ആ കളിയും ഗോൾ കീപ്പറിന്റെ കളിയായിരുന്നു. എന്താ പറയുക, 9 സേവുകളാണ് സൗദി അറേബ്യന്റെ ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫില്, ഫസ്റ്റ് ഹാഫില് സൗദി അറേബ്യന്റെ തീയായിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഉറുഗ്വന്റെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഉറുഗ്വ എന്താ ഗോൾ അടി തന്നെ. സൗദി അറേബ്യന്റെ ഗോൾ കീപ്പർ നിന്ന് തടുക്കാന്ന് പറയില്ല, അങ്ങനത്തെ ഒരു മാച്ച് ആയിരുന്നു. അങ്ങനെ അപ്പൊ ഈ ഗ്രൂപ്പും മൂന്നാമത്തെ ഗ്രൂപ്പായിട്ട് സമനില പിരിഞ്ഞിരിക്കുകയാണ് 4 ടീം. ഇനിയിപ്പോ ഇതിൽ സ്പെയിന് ആരൊക്കെ കയറുന്നതാണ്? സ്പെയിനിന് നിർണായകമാണ്. ഉറുഗ്വയും സൗദി അറേബ്യ ആയിട്ടുള്ള കളിയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ പറഞ്ഞാല് സ്പെയിനിന് പറ്റിയൊരു പണി എന്ന് പറഞ്ഞാല് വില്യംസും യമാലിനെ ഇറക്കാത്തൊരു സ്റ്റാർട്ടിങ്ങിലാണ്. എന്താ പറയുക, സ്ട്രൈക്കർമാരായിട്ട് അല്ല വിങ്ങർമാരായിട്ട് ഗാവിയും ഫെറാൻഡോ ടോറസും കളിച്ചിരിക്കുന്നത്. അയർസബാലിന് ബോൾ കിട്ടുന്നത് ഈ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു സ്ട്രൈക്കർക്ക് ബോൾ എത്തുന്നതെന്നുള്ള കാര്യം ആലോചിക്കണം. അതന്നെയാണ് അവരുടെ തോൽവിയുടെ. കുറെ ബോൾ കിട്ടിയിട്ട് കാര്യമില്ല. പോർച്ചുഗലും സ്പെയിനൊക്കെ ഒരേ റൂട്ടാണ് പോകുന്നത്. അപ്പൊ മാറ്റി പിടിച്ചില്ലെങ്കിൽ പണിയാന്നുള്ള കാര്യം. അടുത്ത ഗ്രൂപ്പ് ഗ്രൂപ്പ് ഐ ആണ്. നോർവേ, ഫ്രാൻസ്, സെനഗൽ, ഇറാഖ്. ഈ ഗ്രൂപ്പ് എല്ലാവരും മരണ ഗ്രൂപ്പാണ് പറഞ്ഞ് വിലയിരുത്തിയ ഒരു ഗ്രൂപ്പാണ്. പക്ഷെ ഇപ്പൊ ലീഡിങ്ങിൽ നോക്കുകയാണെങ്കിൽ നോർവേ ആൻഡ് ഫ്രാൻസ് ആണ്. സെനഗലും ഇറാനും 3rd and 4th ആയിട്ട്. പക്ഷെ സെനഗലും ഫ്രാൻസ് ആയിട്ടുള്ള കളി കണ്ടു കഴിഞ്ഞപ്പോ ഫസ്റ്റ് ഹാഫില് ഫ്രാൻസ് ചിത്രത്തിലില്ല. സെനഗലിന്റെ ആധിപത്യമായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രം 1-2 ഗോൾ അടിക്കാണ്ട് രക്ഷപ്പെട്ടത്. എന്താ പറഞ്ഞാൽ ഗോൾ കീപ്പർ പോസ്റ്റിൽ തട്ടി പോകുന്നുണ്ട്. ഗോൾ കീപ്പറുടെ സേവുകളൊക്കെ ആയിട്ട് കിടിലായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് സെനഗൽ ഒന്ന് ടയർഡായ പോലും ഫ്രാൻസ് ഗംഭീര തിരിച്ചുവരവിലൂടെ 3-1 വിജയം നേടിയത്. പിന്നെയും അവസാന മിനിറ്റിലടക്കം ഫ്രാൻസ് സെനഗലിന് ഗോൾ കീപ്പറുടെ സെനഗലിന്റെ ഷോട്ട് എടുത്തിട്ട് അത് സേവ് ചെയ്യുന്നതിനിടയിൽ ഗോൾ കീപ്പർക്ക് ഫ്രാൻസിന്റെ ഗോൾ കീപ്പർക്ക് മിസ്റ്റേക്ക് പറ്റിയ ഗോൾ ആവേണ്ടതായിരുന്നു. അതും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാണ് അങ്ങനെ ഒരു കളി. പക്ഷെ നോർവേയുടെ കാര്യം നോക്കുമ്പോൾ നോർവേ 4-1 വിജയിച്ചത്. ഇറാഖായിട്ടുള്ള മത്സരം അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇനി അപ്പോ നോർവേയും ഫ്രാൻസും എന്തായാലും ഇതിലും സെനഗലിന് ഇപ്പോഴും ചാൻസ് ഉണ്ട്. നോർവേ ആയിട്ടുള്ള മത്സരവും അതേപോലെ ഫ്രാൻസ് ആയിട്ടുള്ള മത്സരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോർവേയും ഫ്രാൻസ് ആയിരിക്കും ഇതിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള മത്സരിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ അർജന്റീന, ഓസ്ട്രിയ, ജോർദാൻ, അൾജീരിയ. ജെ ഗ്രൂപ്പിലാണ് അർജന്റീന 3-0 അൾജീരിയയെ പരാജയപ്പെടുത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. കളിയെ കുറിച്ച് എനിക്കൊരു കാര്യം പറയണം. 6:40 മെ ഗോൾ അടിക്കുന്നത് ഹാട്രിക്. അപ്പോ ഞാൻ 6:37 സ്കൂളിൽ പോണ സമയം റെഡിയായി ഞാന് ഡോറിന്റെ അടുത്ത് മെസ്സി അല്ലെങ്കിൽ അർജന്റീന ഒരു ചാൻസും കൂടി, ഒരു ചാൻസ് എന്നാ ഞാൻ പറഞ്ഞു, ഒരു ചാൻസും കൂടി ആക്കിയാ ഞാൻ സ്കൂളിൽ പോകാൻ പറഞ്ഞു. തന്നെ ഗോൾ അടിച്ച് ഹാട്രിക്. അത് വല്ലാത്തൊരു കളി. എന്താ പറഞ്ഞാല് അത് സ്കൊളോണിയുടെ ഒരു മെയിൻ എന്താണ് ടാറ്റിക്സ് ആണ്. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇത്രയും കളികളൊക്കെ ഇതിനു മുമ്പുള്ള ചെറിയ ടീമുകളൊക്കെ നല്ല ഡിഫൻസും കാര്യങ്ങളൊക്കെ കളിച്ചപ്പോൾ അത് കളിക്കാതിരിക്കാൻ വേണ്ടി അൾജീരിയയെ കൊണ്ട് കളിപ്പിക്കണം. അൾജീരിയാണ് 54%, അർജന്റീന പോലെ ടീമിനെതിരെ 54% പോസ്റ്റ് ഉണ്ട്. ബോൾ ഇങ്ങനെ ഉരുട്ടി കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കളിപ്പിച്ചു. അതില് മുതലെടുത്ത് ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഫ്രാൻസ് എല്ലാരും പറഞ്ഞെന്താ വെച്ചാ അൾജീരിയ ജയിക്കുമോ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോ എല്ലാരും ചോദിച്ചു ജയിക്കുമോ. അതല്ലടാ, കളി സ്റ്റാർട്ടിങ് കണ്ടപ്പോ ആദ്യം അർജന്റീന ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു, മെസ്സി അത് ഓഫ് സൈഡ് ആവുന്നു. തിരിച്ച് അൾജീരിയ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു, അത് ഓഫ് സൈഡ് ആവുന്നു. ഇതേ സെയിം പാറ്റേൺ ആണ് സൗദി കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിൽ സൗദി അറേബ്യ ആയിട്ടുള്ള മത്സരം നടന്നത്. അപ്പോൾ ആവർത്തനോട് വിചാരിച്ചു. പക്ഷെ ഫസ്റ്റ് ഗോൾ ഇങ്ങോട്ട് കിട്ടിയപ്പോ ഭയങ്കരമായിട്ട് വിചാരിച്ചു എന്തായാലും തിരിച്ചടിക്കുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മെസ്സിയുടെ ഹാട്രിക്കില് എന്റെ പൊന്നോ 39ാമത്തെ വയസ്സ് കഴിയുമ്പോൾ ചങ്ങായി ഈ സമയത്താണ് ഈ ഒരുപാട് റെക്കോർഡുണ്ട്. അതേപോലെ ഏറ്റവും ടോപ്പ് സ്കോർ ജർമ്മനിയുടെ ക്ലോസയുടെ അതേ സ്കോറിനെ പൊത്തിട്ട് 16 ഗോൾ 3 ഗോൾ കൂടി അടിച്ച് 16 ഗോൾ ആയിട്ടുണ്ട്. അതിനുശേഷം 70 മിനിറ്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇല്ലെങ്കിൽ ആ റെക്കോർഡ് ഇന്നലെ തന്നെ ആ മത്സരത്തിന് തകർക്കേണ്ടതാണ്. അങ്ങനെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഇനിയിപ്പോ അൾജീരിയ, ജോർദാനും ഓസ്ട്രിയ ഇപ്പൊ ജയിച്ചതൊക്കെ ഉണ്ട്. ജോർദാനായിട്ടുള്ള മത്സരത്തിൽ എനിക്ക് തോന്നുന്നു ഓസ്ട്രിയയും അർജന്റീന ആയിരിക്കും. എനിക്കും അതേ തോന്നുന്നു, ഓസ്ട്രിയ അർജന്റീന ആയിരിക്കും. കാരണം ഓസ്ട്രിയ ലാസ്റ്റ് വേൾഡ് കപ്പിനും ഫ്രാൻസിനൊപ്പം 2-1 നല്ല ടഫായിട്ട് കൊടുത്തിട്ടാണ് പരാജയപ്പെട്ടത്. അടുത്തതായി ഗ്രൂപ്പ് കെയിൽ നോക്കുകയാണെങ്കിൽ കൊളംബിയ, ഡിയർ കോങ്കോ, പോർച്ചുഗൽ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ എന്ന 4 ടീമുകളാണ്. 3ാം സ്ഥാനത്ത് ആരാ കിടക്കുന്നത് ആ ഗ്രൂപ്പില്? 3ാം സ്ഥാനത്ത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലാണ്.
കൊളംബിയ 3-1 വിജയിച്ചു ഉസ്ബെക്കിസ്ഥാനെതിരെ 3-1 വിജയിച്ചു. കൊളംബിയാണ് ഇപ്പൊ ടോപ്പിലുള്ളത്. കോൺഗോ അവര് ചരിത്രത്തിലായത് 52 വർഷങ്ങൾക്ക് ശേഷം ഒരു വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി വരുന്നത് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. അവര് പോർച്ചുഗലിനെ സമനില പിടിക്കാന്ന് പറഞ്ഞാൽ കളി തുടങ്ങിയപ്പോ ഒരു ഫസ്റ്റത്തെ ഒരു 5 മിനിറ്റിനുള്ളിൽ 6-ാം മിനിറ്റ് തന്നെ ജോവൻ നെവസിന്റെ ഗോളില് ഫസ്റ്റ് പോർച്ചുഗൽ ഇത് വരണം. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചെന്താണ് ഒരു 4-5 ഗോളിന് ഈ ടീമിനെ പരാജയപ്പെടുന്നു. ഞാനൊക്കെ ക്ലാസ്സിൽ പറഞ്ഞ എന്താ വെച്ചാൽ 5 ഗോൾ 6 ഗോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതന്നെയാണ് പ്രതീക്ഷിച്ചത്. അത്രയും നല്ല ടീമാണ് ഇവിടെ. സ്കോഡ് ഡെപ്തും അതേപോലെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വേൾഡ് കപ്പിലെ ഏറ്റവും ടോപ്പ് മിഡ്ഫീൽഡാണ് ഉള്ളത്. എന്നിട്ട് വരെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനിപ്പോ വളരെ കോൺട്രവേഴ്സികളൊക്കെ റൊണാൾഡോന്റെ കുറെ പേര് പറയുന്നുണ്ട്. അതേപോലെ ടീം മേറ്റ്സ് റൊണാൾഡോ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ ഒരൊറ്റ ഗോൾ നോക്കിയാൽ മതി. ഏത് ആ ഒരു ഗോൾ പോസ്റ്റിലേക്ക് റൊണാൾഡോ പുറത്തേക്ക് അടിച്ചു കളയുന്ന ഒരു ബോള് ജോവൻ നവാസ് പാസ് ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസിന്, റൊണാൾഡോന്റെ ബാക്കിൽ നിൽക്കുന്ന ബ്രൂണോ ഫെർണാണ്ടസിന്, അത് റൊണാൾഡോ കയറി എടുക്കുന്നു, അത് അടിക്കുന്നു. അത് റൊണാൾഡോക്ക് ഇട്ട് കൊടുത്ത് ചിലപ്പോൾ റൊണാൾഡോ കിക്ക് ഗോളാക്കിയിട്ട് റൊണാൾഡോ ലീവ് ചെയ്തിരുന്നെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ്, അങ്ങനെയുള്ള വാദങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ജോവൻ നവാസ് എന്തൊക്കെയോ പത്രസമ്മേളനത്തിന് നോർമൽ പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് റൊണാൾഡോ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പോ പോർച്ചുഗലിൽ പോകേണ്ട ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് കോച്ചിന് ഇതൊരു ഇതാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ വേൾഡ് കപ്പിൽ മുന്നോട്ട് പോകുന്ന പോർച്ചുഗലിന് ഇത് ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഇനി ഒരിക്കലും വേൾഡ് കപ്പ് നോക്കണ്ടെന്നുള്ളത്. എത്ര അമ്മാതിരി സ്കോഡാണ് പോർച്ചുഗലിനുള്ളത്. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ഫേവറേറ്റുകളാണ് ഗോൾഡൻ ജനറേഷൻ തന്നെ പറയാം. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാ പ്ലേയേഴ്സിന്റെ പോസ്റ്റുകളിൽ താഴെ പോയിട്ട് ഫാൻസുകൾ കമന്റ് പ്ലീസ് പാസ് ടു റൊണാൾഡോ, പ്ലീസ് പാസ് ടു റൊണാൾഡോ എന്ന് പറഞ്ഞിട്ട്. അത് ഓരോ ടാക്ടിക്സ് ഉണ്ട്. ആ ടാക്ടിക്സ് അനുസരിച്ച് കോച്ചിന്റെയും അതേപോലെ കോച്ചിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കോച്ചിന് ആ ഒരു ടീമിനെ ടീമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അവിടെയാണ് അർജന്റീനയുടെ സ്കൊളോണി എന്ന് പറയുന്ന ആ കോച്ച് വിജയിക്കുന്നത്. അത് വേറെ ലെവൽ തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്തായാലും പോർച്ചുഗൽ സെക്കൻഡ് റൗണ്ട് ഉണ്ടാവും. അതിൽ ഇനിയുള്ള 2 മത്സരങ്ങളും വിജയിച്ചിട്ട് അവർ പോർച്ചുഗൽ അടുത്ത റൗണ്ട് ഉണ്ടാവും. പക്ഷെ കൊളംബിയയും പോർച്ചുഗലായിട്ടുള്ള മത്സരം ഭയങ്കര ഇതാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു മത്സരത്തിലായിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ തെരഞ്ഞെടുക്കാൻ പോകുന്നത്. ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരായിട്ടാണ് വരികയാണെങ്കിൽ അർജന്റീന വിസസ് പോർച്ചുഗൽ മത്സരം കാണാൻ പറ്റുക. അത് നമ്മൾ ഫൈനലിൽ മാത്രമായിരിക്കും. അതിന് 2 ടീമും ഫൈനലിൽ എത്തണം എന്നുള്ള കാര്യങ്ങളുണ്ട്. 1ാം സ്ഥാനക്കാരായിട്ട് വരികയാണെങ്കിൽ ക്വാർട്ടറിൽ എങ്ങാനും നമ്മളുടെ കൊളംബിയ ഒന്ന് തോൽക്കുകയാണെങ്കിൽ പോർച്ചുഗൽ ഇനി വരാൻ പോണ 2 മത്സരം ജയിക്കുകയാണെങ്കിൽ ആ ഒരു ടൈ ആവും. ഗോൾ ശരാശരി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ആവും. അങ്ങനെ പോർച്ചുഗൽ ഫസ്റ്റ് കയറിയാലും കയറാൻ സാധ്യതയുണ്ട്. അപ്പോ ചാൻസസ് ഉണ്ട്. പക്ഷെ പോർച്ചുഗൽ ടീമായിട്ട് കളിക്കണം, റൊണാൾഡോക്ക് വേണ്ടിയിട്ട് കളിക്കണം മെയിൻ ആയിട്ട്. അതെ. അപ്പൊ നമുക്ക് അടുത്ത ഗ്രൂപ്പിൽ കാണുന്നത് ഇംഗ്ലണ്ട്, ഗാന, പനാമ, ക്രൊയേഷ്യ. ഈ ഒരു ഗ്രൂപ്പ് കിടിലൻ ഗ്രൂപ്പായിരുന്നു. നമ്മള് ഒരു തീപ്പാറ ഗ്രൂപ്പ്, ഒരു മരണ ഗ്രൂപ്പ് പോലുള്ള ഒരു ഗ്രൂപ്പ് തന്നെയായിരുന്നു. പക്ഷെ അതിൽ ഇംഗ്ലണ്ടിന്റെയും ക്രൊയേഷ്യയുടെ കളി കണ്ടുപോലെ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റും എന്താ പറയുക ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ച് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞത് അറിഞ്ഞില്ല എന്നേ പറയുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ തന്നെ 2-2 പിരിയാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങിയതും ഇംഗ്ലണ്ട് ലീഡ് നേടിയിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഇംഗ്ലണ്ടിന്റെ ആധിപത്യമായിരുന്നു ഒരു 10-25 മിനിറ്റ്. പിന്നെ കൂളിംഗ് ബ്രേക്കിന് ശേഷമാണ് കുറച്ച് ക്രൊയേഷ്യ, കാരണം മോഡ്രിച്ചിനെ മാറ്റിയതോട് ക്രൊയേഷ്യ ആ മിഡ്ഫീൽഡ് ഭരിക്കലും അതേപോലെ ഫ്രണ്ടിലോട്ടുള്ള പാസുകളൊക്കെ കുറഞ്ഞു. അങ്ങനെ ഇംഗ്ലണ്ട് ബോൾ കൊടുക്കുന്നില്ല, അതാ സംഭവം. അങ്ങനെ ഇംഗ്ലണ്ട് ഒരു മത്സരം ജയിച്ചു. ഗാന ഈ മത്സരം മിസ്സാക്കിയവർക്കൊക്കെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജ് ഗെയിമുകളായിരുന്നു. അതിൽ മിസ്സാക്കിയ ഒരാൾ ഞാനായിരുന്നു. അപ്പൊ അത് ഗംഭീര മത്സരമായിരുന്നു. അത് ഞാനും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നായിരുന്നു. ഗംഭീര മത്സരം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ അറിഞ്ഞില്ല. സെക്കൻഡ് ഹാഫ് പറയാതെ ഇംഗ്ലണ്ട് 4-2 വിജയിച്ചത്. അവസാനം ക്രൊയേഷ്യക്കും ചാൻസ് ഉണ്ടത്. പക്ഷെ ഇംഗ്ലണ്ട് 4 ഗോളിലൊന്നും അല്ല നിർത്തേണ്ടത്. അത് ക്രൊയേഷ്യയുടെ ഗോൾ കീപ്പറുടെ മികവിൽ മാത്രമാണ്. 7 സേവുകളാണ് ചങ്ങ നടത്തിയിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ ഒരു ഇംഗ്ലണ്ടിനെ പേടിക്കണം. ഇവര് ഇങ്ങനെ പോവുകയാണെങ്കിൽ സെമി ഫൈനലിൽ എന്തായാലും ഉണ്ടാവുന്നതാണ്. പിന്നെ ആ ഗ്രൂപ്പിലുള്ളത് ഗാനയും പനാമയാണ്. ഗാന ഒരു കളി വിജയിച്ചിട്ടുണ്ട്, പനാമയായിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ ഗ്രൂപ്പിൽ നിന്ന് ക്രൊയേഷ്യൻ എഴുതള്ളാൻ പറ്റില്ല. ഈ 2 മത്സരങ്ങളും ഗാനയും പനാമയായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് ഇംഗ്ലണ്ടിന് ഉണ്ടാവുക. അപ്പോൾ ഈ ഇതിൽ ആരൊക്കെയാണ് അടുത്ത ഗ്രൂപ്പിലേക്ക് കയറാൻ നിങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ വീഡിയോസ് ഡെയിലി നോട്ടിഫിക്കേഷൻ അയച്ചു തരും.